നിന്നെ കുംഭമേളക്കിടയിൽ ആളുകളുടെ മനം കവർന്ന പെൺകുട്ടി മോണോലിസ അവളിപ്പോൾ എവിടെയാണ്? അവളെ തട്ടിക്കൊണ്ടുപോയതായുള്ള വാർത്തകൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ? ചില ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് അവളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. കാരണം ഇപ്പം ലോകം മുഴുവൻ അവളുടെ പുറകെയാണ്. ആ ഗോതമ്പിൻ്റെ നിറവും ആ ഗോതമ്പ് കതിരിൻ്റെ നിറവും ചാര കണ്ണുകളുമുള്ള അതിസുന്ദരിയായ പെൺകുട്ടി. എനിക്ക് തോന്നുന്നു ലോകസുന്ദരി പട്ടങ്ങളിലൊന്നും കാണാത്ത സൗന്ദര്യമാണ് പിന്നെ ഇൻഡോറിലുള്ള മൊണാലിസയ്ക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഒരുപക്ഷെ ലോകസുന്ദരി പട്ടം നേടുന്നവരുടെ ശരീര വടിവുകളോ അത്തരം ആകർഷണീയമായ പല ഘടകങ്ങളും അതിലുണ്ട്. അതൊന്നും ഈ ചാരസുന്ദരിക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. പക്ഷേ അവരെയൊക്കെക്കാളിലും ആകർഷണീയമായ മുഖമാണ് മൊണാലിസയ്ക്കെന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം കുംഭമേളയിൽ 144 വർഷങ്ങൾക്കിടയിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നേടിയിരിക്കുന്ന പെൺകുട്ടിയാണ് മൊണാലിസ. അവളുടെ ജീവിതം തന്നെ മറിയാൻ പോകുന്നു. കാരണം വന്ന കമൻറ്റുകളെല്ലാം ഒരാൾ പോലും പിന്നെ നെഗറ്റീവ് ഒരു കമൻറ്റ് അവളുടെ വീഡിയോയ്ക്ക് താഴെ ഇടുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമയിൽ എടുത്തൂടെ, സിനിമയിൽ അഭിനയിച്ചൂടെ, സംവിധായകർ കാണുന്നില്ലേ, ബോളിവുഡിലേക്ക് എടുക്കാൻ കഴിയുന്ന മുഖസാദൃശ്യമാണ് അവൾക്കുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രമോഷനാണ് അവൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് എന്താ പറയുക വിവാദങ്ങളുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ പെൺകുട്ടി മാല വിൽപ്പന നടത്തിയപ്പോൾ ഒരു വ്ളോഗർ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ലോകം മുഴുവൻ അവളെ അവളെ കാണാനായി പലരും കുംഭമേളയിലേക്ക് എത്തുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വൈറലായതിനു ശേഷം അവളുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഒരാളുടെ ജീവിതം വഴിമുട്ടിക്കൊണ്ട് അവരെ പ്രശസ്തയാക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞതുപോലെ ഒരു നാടോടി കുടുംബത്തിലെ പെൺകുട്ടിയാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഉത്സവം നടക്കുന്ന പല സ്ഥലങ്ങളിലും പോയി മാലയോ അല്ലെങ്കിൽ കമ്മലുകളോ വളകളോ ഒക്കെ വിറ്റ് ജീവിക്കുന്ന നാടോടി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ ഇവിടെ പ്രയാഗ്രാജിൽ, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വരുന്നു. കുംഭമേളയിൽ നിന്ന് കിട്ടുന്ന പണം, അവിടെ മാലകൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തി ജീവിക്കാനുള്ള ഉപജീവന മാർഗം കണ്ടെത്താനാണ് ഇവിടേക്ക് വന്നത്. അപ്പം അത് ആരോ അവളുടെ ഭംഗി കണ്ട് അവളെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ താരമാക്കി. പക്ഷേ പിന്നീട് അവളെ ഇതിന് വ്യൂസ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ പിന്നീട് അവളെ പിന്തുടർന്നുകൊണ്ട്, അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെ പിന്തുടർന്നുകൊണ്ട് തലയിൽ ഇങ്ങനെ ആളുകൾ മനസ്സിലാക്കാതിരിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് മുഖമൊക്കെ മറച്ച് നടന്നിട്ട് പോലും അവളെ വെറുതെ വിടാതെ വ്ളോഗേഴ്സ് അവളുടെ പുറകെ എന്നാണ് പറയുന്നത്. പലരുടെയും മൊബൈൽ പിടിച്ച് വാങ്ങിച്ച് തറയിലെറിഞ്ഞ് പൊട്ടിക്കേണ്ട അവസ്ഥ ആ പെൺകുട്ടിക്കുണ്ടാവുന്ന. അങ്ങനെ അവൾ അത്ര വലിയ ആളായോ മൊബൈൽ വാങ്ങിച്ച് പൊട്ടിക്കാൻ എന്നൊക്കെ പലരും ചോദിക്കുമായിരിക്കും. അവളുടെ ജീവിതമാണ് പലരും ഇല്ലാതാക്കുന്നത്, ജീവിക്കാനുള്ള മാർഗത്തെയാണ് പലരും തടസ്സപ്പെടുത്തുന്നത്. അത് മനസ്സിലാക്കാതെ പുറകെ നടന്ന് ഈ വ്യൂസ് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. മാത്രമല്ല നാട്ടിലുള്ള അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഭയപ്പാടിലാണ്. തങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയപ്പാടിലാണ് അവർ. ഞാൻ പറയുന്നത് നല്ല ബോൾഡായ ഒരു പെൺകുട്ടിയാണ് മൊണാലിസ. അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കൂടുന്ന ഇടയിലേക്ക് അവൾ ഒറ്റയ്ക്ക് വന്ന് ഈ മാല വിൽപ്പനയൊക്കെ നടത്തി, പ്രത്യേകിച്ച് യോഗിയുടെ നാടാണ്, സംരക്ഷണം ഉണ്ടാകും അത് ഉറപ്പാണ്. എങ്കിൽ പോലും വന്ന് നിന്ന് ഈ കുംഭമേളയിൽ ആളുകൾക്കിടയിലൂടെ സഞ്ചരിച്ച് മാല വിൽപ്പന നടത്തി സ്വന്തം ജീവിതം അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ പോറ്റാനായും അവർക്ക് അന്നത്തിന് വേണ്ടിയും ഒക്കെ പോരാടി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അവളെ സൗന്ദര്യത്തെ അല്ല നോക്കുന്നത്. ഇത്ര മാല ഇന്ന് വിൽറ്റാൽ ആ പണം വീട്ടിലെത്തിച്ചാൽ തൻ്റെ കുടുംബത്തിലെ ബാക്കിയുള്ളവർ പട്ടിണിയില്ലാതെ ജീവിക്കും എന്നുള്ളതാണ് അവൾ ശ്രദ്ധിച്ചത്. അപ്പോൾ അതിലേക്കാണ് അവളുടെ ഫോക്കസ് മുഴുവൻ പോകുന്നത്. അപ്പോൾ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് കൈകൂപ്പി അവൾ പലരോടും പറയുന്നുണ്ട്, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. അവളുടെ അച്ഛനും പറയുന്നുണ്ട്, ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തരുത്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ സഹകരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും കുടുംബാംഗങ്ങളും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് എന്താ പറയുക, അവരുടെ സ്വന്തം കാര്യം മാത്രം, സ്വാർത്ഥ താല്പര്യം മാത്രമാണ്. മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ പോയാലും അവരെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. അപ്പോൾ മൊണാലിസയുടെ ജീവിതം എങ്ങനെ പോയാലും, അവളെ നാളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലും, അവളുടെ ജീവിതം പ്രതിസന്ധിയിലായാലും വഴിമുട്ടിയാലും അതൊന്നും നമ്മുടെ ഒരു വിഷയമല്ല. നമുക്ക് വ്ളോഗ് എടുക്കുക, അത് 10 പേരെ കാണിക്കുക. ഇപ്പോൾ ഒരു വ്ളോഗ് എടുത്തത് കൊണ്ടാണ് ലോകം മുഴുവൻ അവൾ അറിഞ്ഞത്, അത് ശരിയാണ്.
അതറിഞ്ഞു. ഇനി അവളുടെ നിയോഗം എന്താണ്, അവൾക്ക് നല്ലൊരു ഭാവി ചിലപ്പോൾ ഈ മഹാകുംഭമേളയിലൂടെ അവൾക്ക് വരാൻ പോകുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഈ കുംഭമേളയിൽ ലോകം മുഴുവൻ അവളുടെ പുറകെ സഞ്ചരിക്കുന്നത്. അപ്പോൾ അവളെ വഴിക്ക് വിടുക. ഇനി അവളെ സിനിമയിൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംവിധായകർ അവളെ അന്വേഷിച്ച് അവരെത്തിക്കോളും. ഇനി അല്ല ആർക്കെങ്കിലും ജോലി കൊടുക്കാനാണ് താല്പര്യമുണ്ടെങ്കിൽ അവർ ആ രീതിയിലേക്ക് അവളെ സമീപിച്ചോളും, അല്ലെങ്കിൽ അവളെ വീട്ടിലുള്ളവരെ സമീപിച്ചോളും. അപ്പോൾ ആ പെൺകുട്ടിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന്, ഇനി അതീവ സുരക്ഷിതയായിരിക്കണം. കാരണം കാണാൻ ഭംഗിയുള്ള ഒരു പ്രത്യേക സൗന്ദര്യമുള്ള, കണ്ണുകൾ കൊണ്ടും മുഖം കൊണ്ടും പുരികം കൊണ്ടും ഒക്കെ ആളുകളെ ആകർഷിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ അവളുടെ ജീവനും മാനവും ജീവിതവും ഒക്കെ വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവളുടെ സുരക്ഷിതത്വം അവളുടെ മാതാപിതാക്കൾ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് പോകാതെ പിന്നെ അവളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതമാർഗം തടസ്സപ്പെട്ടാലും കുഴപ്പമില്ല, അവളെ ഇൻഡോറിലേക്ക് തിരിച്ച് വിളിച്ചിരിക്കുകയാണ് അച്ഛൻ. ഇപ്പോൾ നീ അവിടെ നിൽക്കണ്ട, തിരിച്ച് വന്നേക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ കുംഭമേള എന്ന് പറയുന്നത് 144 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മഹാകുംഭമേള. അത് ഒരുപാട് പേർ പങ്കെടുക്കുന്ന, ഒരുപാട് സന്യാസിമാർ, പല വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാർ പങ്കെടുക്കുന്ന ഒരു മേളയാണ്. ആ മേളയെക്കുറിച്ച് ഒരുപാട് വിവാദ പരാമർശങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. അതായത് പിന്നെ കുംഭമേളയല്ല കുളിമേളയാണെന്ന് പറഞ്ഞുകൊണ്ട് BBC റിപ്പോർട്ടർ രംഗത്ത് വന്നു. അതിന് കൃത്യമായ മറുപടി കൊടുത്ത് യുവ ലേഖിക കൃത്യമായ മറുപടിയായി രംഗത്ത് വന്നു. നിങ്ങൾ കുളിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകാത്തതാണ്, നിങ്ങൾ ആദ്യം കണ്ണു തുറന്ന് നോക്കൂ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. കുംഭമേള നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നു. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതിൽ പിന്നെ പോലീസ് അങ്ങോട്ട് മാറി നിൽക്കുക, ഈ കുംഭമേള അടിച്ചൊതുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ നിന്നൊരുത്തൻ ഘോരഘോരമായി പ്രസംഗിക്കുന്നത് കേട്ടു. ഇവിടെ കുംഭമേളയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ചെറിയ ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി നിരീക്ഷിച്ച് എവിടെ നിന്നാണ് വന്നത്, ആരാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അത് കൃത്യമായി അതിനെ വേരോടെ പിടിതെറിയാൻ കഴിവുള്ള സർക്കാരാണ് ഉത്തർപ്രദേശിലുള്ളത്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ കുറേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉത്സവങ്ങൾ വന്നാലും കല്യാണം വന്നാലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വൈറലാവും, അത് സ്വാഭാവികമാണ്. ഇവിടെ ഒരു കല്യാണ സമയത്ത് ഒരു വീഡിയോയിൽ ഒരു ഡാൻസ് കളിച്ചതിൻ്റെ പേരിൽ ഒരു അമ്മുമ്മ ഈ അടുത്ത സമയത്ത് വൈറലായി. ഞാൻ അവരുടെ ഇതൊക്കെ എടുത്തതാണ്. ഇതിനു മുമ്പ് ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ഒരു ചേച്ചി ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ട് വലിയ പ്രശസ്തിയായിരുന്നു. അവരെ ഹിന്ദി സിനിമകളിൽ പാടാൻ വിളിച്ചു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ വളരെ വലിയ നിലയിൽ എന്താണ് ആളുകൾക്ക് പ്രചോദനവും സഹായകരവും ആവുന്നുണ്ട്. തീർച്ചയായിട്ടും.